ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. നമുക്ക് നല്ലൊരു ചായ ഉണ്ടാക്കാവേ. അപ്പം ഞാൻ ഒരു 3/4 ഗ്ലാസ്, ഒരു 200 ml ചായ എടുത്ത് നമ്മളൊരു ഒരു ചെറിയ സ്പൂൺ, ടീസ്പൂണിന് ഒരു 3/4 സ്പൂണ് AVTയുടെ ചായപ്പൊടി ഇട്ടേക്കണം കേട്ടോ. അപ്പോൾ ചായ നമ്മൾ നന്നായിട്ട് തിളച്ച് ചായപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ചായപ്പൊടി നന്നായിട്ടൊന്ന് തിളച്ച് അതിൻ്റെ കളറൊക്കെ ഒന്ന് വരണം. അപ്പം നമ്മൾ നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പം ഞാൻ പഞ്ചസാരയൊന്നും ചായ തിളപ്പിക്കാൻ ഇടത്തില്ല കേട്ടോ. നമ്മൾ പഞ്ചസാര വേണ്ടവർക്ക് പിന്നീട് ഇടുള്ളൂ. അപ്പോൾ പാല് കേട്ടോ, ഇത്രയും തന്നെ ഞാൻ വെള്ളം എടുത്തേക്കണം കേട്ടോ. എത്രത്തോളം നമ്മൾ വെള്ളം എടുക്കുന്നത് വെച്ചാൽ അത്രത്തോളം പാൽ എടുക്കണം. അപ്പോഴേ നമുക്ക് കറക്റ്റ് ചായ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ആ ചായപ്പൊടി ഇട്ട് നന്നായിട്ട് തിളച്ചാൽ ചായയുടെ കളറൊക്കെ ഇളകണം. നമുക്കൊരു പാൽ ഒഴിക്കാവേ. പിന്നെ തിളയ്ക്കാനായിട്ടൊന്ന് ചെറിയ തീയിലൊന്ന് വെക്കാം. ചെറിയ തീയിലൊന്ന് തിളയ്ക്കട്ടെ. നമുക്ക് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് നോക്കണം തിളച്ച് ചാടി പോകുന്നുണ്ടോയെന്ന് കേട്ടോ. നമുക്കൊന്ന് നോക്കാം ചായ എത്രത്തോളം തിളച്ചെന്ന് നോക്കാം കേട്ടോ. തുറന്ന് നോക്കട്ടെ. അപ്പം ചായ പതുക്കെ തിളച്ച് വരുന്നുണ്ട്. നമുക്കൊന്ന് സ്പൂണ് കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. വെച്ചാൽ പാലൊന്നും ചായ പാത്രത്തിലൊന്നും പിടിക്കാൻ, നെയ്യൊക്കെ പിടിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ നല്ല നമുക്ക് ചായയിൽ കിട്ടിയെങ്കിൽ നമുക്ക് നല്ല പ്രോപ്പർ ചായ കിട്ടത്തുള്ളൂ. അപ്പം ചായ തിളച്ച് നന്നായിട്ടത് ഇളക്കി കൊടുക്കാം. അപ്പോൾ സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ആ നെയ്യുള്ളതും കൂടെ നമുക്ക് ചായയിലിട്ട് നല്ല പാത്രത്തിലൊക്കെ നെയ്യ് പിടിച്ചിരിക്കും. അപ്പം നമുക്ക് പ്രോപ്പറായിട്ടൊരു ചായക്ക് ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ചായ ആവി പോകാതെ ചായ പതുക്കെ തിളച്ച് തുടങ്ങി. ചായ തിളച്ച് തുടങ്ങിയാൽ നമ്മൾ 1-2 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിക്കണം. ചെറിയ തീയിലിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുക, ചെറിയ തീയിലിടുക. അപ്പം ചായ ഒന്ന് നന്നായിട്ട് തിളച്ച് 2 മിനിറ്റ് തിളയ്ക്കണം. എന്നിട്ട് നമ്മൾ ഓഫ് ആക്കിയിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് വെക്കുക. എന്നിട്ട് ചായ നമ്മൾ നന്നായിട്ട് അടിക്കണം. നമ്മൾ ചെറിയൊരു പാത്രം എടുത്തിട്ട് ചായ നന്നായിട്ട് അടിക്കണം. നന്നായിട്ട് അടിച്ച് കഴിയുമ്പോൾ ആ ചായക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് പഞ്ചസാരയൊക്കെ നമ്മൾ ആദ്യം ചായയിലിടരുത്. ചിലപ്പോൾ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാണല്ലോ പാലിനകത്ത് ചായയിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പാല് പിരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഏറ്റവും അവസാനം നമ്മൾ കുടിക്കണതിന് ജസ്റ്റ് മുന്നേ മാത്രം പഞ്ചസാര ഇടുക. ചായ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമ്മൾ ഒത്തിരി പൊടി ഇടരുത്, കുറച്ച് പൊടി, ആവശ്യത്തിനുള്ള പൊടി ഇടാവുള്ളൂ. എന്നിട്ട് നമ്മൾ ചായ തിളപ്പിക്കുക, നന്നായിട്ട് തിളപ്പിച്ച് നമുക്ക് ചായ തിളച്ച് ഞാൻ ഓഫ് ചെയ്ത് കേട്ടോ. ഇനി നമുക്ക് ചായ നന്നായിട്ട് അടിക്കണം. നമ്മൾ കുടിക്കുന്ന ഗ്ലാസ്സിൽ തന്നെ അടിച്ചാലേ മതി, വേറെ പാത്രമൊന്നും എടുക്കണമെന്നില്ല. ഉണ്ടോ, ഇച്ചിരി പൊക്കി അടിക്കുക. അപ്പോഴത്തായ നല്ല ചായപ്പൊടിയും പാലും കൂടെ നന്നായിട്ട് മിക്സ് ആവും. അങ്ങനെ 2 പ്രാവശ്യം അടിക്കുക. അത് കഴിഞ്ഞിട്ട് ഇപ്പം പതഞ്ഞൊക്കെ വരും. അപ്പം നമുക്ക് നല്ല ഏലക്കാപ്പൊടി വേണ്ടവർക്ക് ഏലക്കാപ്പൊടി ഏറ്റവും ഇട്ട് ചായ ഉണ്ടാക്കുക. അപ്പോൾ നല്ലൊരു ഏലക്കായുടെ ഒരു ടേസ്റ്റൊക്കെ കിട്ടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ നല്ല ചായ ഉണ്ടാക്കി രാവിലെ കുടിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. അടുത്തൊരു വീഡിയോ വരുന്നുണ്ട്. എല്ലാവർക്കും നന്ദി. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. MK കുക്കിംഗ് റെസിപ്പീസ്. അതുപോലെ ഷെയറും ലൈക്കും ചെയ്യണേ. താങ്ക് യു.